വന്നതെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യം ഞാൻ കേട്ടു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ താമരശ്ശേരി വെച്ച് കൂടെ താമസിക്കുന്ന ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല, കൂടെ താമസിക്കുന്ന ആൾ തന്നെ ഗർഭിണിയായൊരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുകയുണ്ടായി. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂരമായിട്ടാണ് ഉപദ്രവിക്കപ്പെട്ടത്. അത്രയേറെ പരിക്കുകൾ ആ സ്ത്രീക്കുണ്ട്. കാരണം ഇസ്തിരിപ്പെട്ടി കൊണ്ട് ശരീരത്തിൽ എവിടെയും പൊള്ളിക്കാത്തൊരു ഭാഗം പോലുമില്ല. അത്രക്ക് മൃഗീയമായിട്ട് അയാൾ സ്വന്തം കൂടെ താമസിക്കുന്ന സ്ത്രീയെ തന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഭാര്യ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇത് ആദ്യമായിട്ടല്ല. ഞാൻ നോക്കുന്നേരം ഈ ഒരു വീഡിയോ കണ്ട്, അതായത് ഈ ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഒരു ന്യൂസ് വീക്ഷിച്ചിട്ടുള്ളൂ. കാരണം ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. എന്നും നമ്മളെ സമൂഹത്തിൽ നടക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടേണ്ട, അതല്ലൊക്കെ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു മനോഭാവമായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ താമരശ്ശേരി തന്നെ ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും ഒരുപാട് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം. ഇതിനു മുമ്പേ താമരശ്ശേരി ഒരു ഉമ്മനെ, ക്യാൻസർ രോഗിയായ ഒരു ഉമ്മയെ ഒരു മകനെ കൊന്നത്, അതൊക്കെ ഒരു ലഹരിക്ക് ആയതുകൊണ്ടാണ്. ഇവിടെ ഒരുപാട് ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ ഒരു ഭാര്യയെ ഭർത്താവ് ഈ ലഹരി ഉപയോഗിച്ച് അടിമയായൊരു ഭർത്താവ് കൊന്നത് നമ്മൾ കണ്ടതാണ്. ഇതേപോലെ ഒരുപാട് വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ലഹരിയാണ് എല്ലാത്തിനും കാരണം നമ്മൾ ആ ഒരു വാർത്തകൾ കേൾക്കുന്നേരം നമ്മളൊക്കെ അതിനു വേണ്ടി പ്രതികരിക്കുകയും ലഹരിക്കെതിരെ ഒരു ഹാഷ്ടാഗ് തന്നെ രൂപീകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് ആളി കത്തിയിട്ട് അത് ഇങ്ങനെ താന്ന് പോകുന്നൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമ്മളത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും അപകടത്തിലാണ്. ഈ ലഹരി എന്ന് പറയുന്നത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ വീട്ടിൽ തന്നെ, നമ്മളെ കുട്ടികളും ഇനി വരാൻ പോകുന്ന തലമുറയൊക്കെ അപകടത്തിലാണുള്ളത്. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കാണിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ഇവരെ അടുത്ത് കഴിയുന്നിടത്തോളം നമ്മൾ അവരെ കൂടെ താമസിക്കുമ്പം നമുക്ക് തന്നെ ഒരു ധൈര്യമില്ലാതായി മാറുകയാണ്. നമ്മൾക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി ഒരുപാട് ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇന്നുണ്ട്. പക്ഷേ അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുമാണ്. പക്ഷേ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇതേപോലെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതൊന്നും സംഭവിക്കുന്നതാണ്, ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളൊരു ഭാവത്തിൽ പോകുന്നതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ന്യൂസിലേക്ക് പോകാം. കോഴിക്കോട് സമീർ, വെരി ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ്. കോഴിക്കോട് നിന്ന് വരുന്ന വാർത്ത അത്ര ശുഭകരമല്ല. കോഴിക്കോട് താമരശ്ശേരിയിൽ 8 മാസം ഗർഭിണിയായ യുവതിക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പങ്കാളി അറസ്റ്റിലെന്ന വാർത്തയാണ്. കോടഞ്ചേരി സ്വദേശി ഷാഹിദ് റഹ്മാനാണ് കോടഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ഗുരുതരാവസ്ഥയിലുള്ള യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സമീർ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെയാണ്, അത്ര ശുഭകരമായ വാർത്തകളല്ല ഇന്ന് കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. താമരശ്ശേരിയിൽ ഇന്നലെയാണ് ആ ഒരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത്. അതിക്രൂരമായിട്ടുള്ള പീഡനത്തിലാണ് കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള യുവതി അർഹയായത്. അതായത് ഈ രീതിയിൽ അവർ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങളായി അവരെ വീട്ടിൽ മുറിയിൽ അവരെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല പട്ടിണിക്കിട്ടു എന്നുള്ള കാര്യം കൂടി അവർ ഏറെ വേദനയോടുകൂടെ പറയുന്നുണ്ട്. കൂടാതെയാണ് അവരുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പെൺകുട്ടീനെ ഒരുപാട് ദിവസം വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇത് ഒരു ഗർഭിണിയാണെന്ന് കൂടിയുള്ള കാര്യം നമ്മൾ ഓർക്കണം. പൂട്ടിയിട്ടിരിക്കുക മാത്രമല്ല, അവൾക്കൊരു ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല. അയാളെ കുഞ്ഞ് ആ പെൺകുട്ടിയുടെ വയറ്റിലുണ്ട്, എന്നിട്ട് പോലും അയാൾ ആ പെണ്ണിന് ഭക്ഷണം കൊടുക്കുന്നില്ല, ആ സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. മാത്രമല്ല, ഇത്രയും ക്രൂരത എന്ന് വെച്ചാൽ അത്രയേറെ ക്രൂരതയാണ് ആ പെൺകുട്ടി അനുഭവിച്ചത്.
ഈ ഒരു കാഴ്ച കണ്ടവരൊക്കെ പറയുന്നത്, അതായത് സംഭവത്തിന് ശേഷം കണ്ട ആൾക്കാരൊക്കെ പറയുന്നത്, പെൺകുട്ടിയുടെ ദേഹത്ത് ഒരു ഭാഗം പോലും മുറിവുകളോ ചതവുകളോ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. മാത്രമല്ല കാലും കൈപ്പത്തിയും ഒക്കെ ഈ ഇസ്തിരിപ്പെട്ടി കൊണ്ട് ഇങ്ങനെ തേച്ചിട്ട് ശരീരത്തിലെ ഇങ്ങനെ ഈ മേൽപ്പാളി ഉണ്ടല്ലോ അത് ഇങ്ങനെ ചുരുങ്ങി ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ചുരുങ്ങി, ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, എനിക്കത് പറയാൻ പോലും പറ്റണില്ല. ഇവിടുന്ന് ഇങ്ങനെ നീങ്ങിപ്പോയിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. അത്രയ്ക്ക് തന്നെ കാലിൻ്റെ അടിയിലൊക്കെ ഈ ഒരു പാടുകൾ കാരണം, അതായത് ഈ ഒരു അവസ്ഥ കാരണം പെൺകുട്ടിക്ക് നടക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കൊരു ഭാഗം പോലും ഒഴിവില്ല കാലിൻ്റെ അടിയൊക്കെ, കാൽപാദങ്ങളും കാൽപാദത്തിനടിയൊക്കെ. ഇത്രയേറെ ക്രൂരതയാണ് ഈ പെൺകുട്ടിയോട് ആൾ കാണിച്ചതെന്നുള്ളതാണ്. ബാക്കി കൂടി കേട്ടു നോക്കാം. അസകലം ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ചുകൊണ്ട് പൊള്ളിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് പുറത്തു വന്നിരുന്നത്. ഈ ആൺ സുഹൃത്തായിട്ടുള്ള ഷാഹിദ് റഹ്മാനാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ഈ യുവതിക്കെതിരെ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണം നേരത്തെയും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കോടഞ്ചേരി പോലീസിൽ അവർ പരാതി നൽകി. ആ പരാതിയുടെ വൈരാഗ്യത്തിലാണ് ഈ വിധത്തിലുള്ള അക്രമങ്ങൾ, ഈ വിധത്തിലുള്ള പരാക്രമം ആ യുവതിക്ക് നേരിടേണ്ടി വന്നത്. അതുമായി ബന്ധപ്പെട്ട് ആണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നത്. അതിനിടയിലാണ് യുവാവിനെ എന്തന്വേഷിക്കാനാണ്? ആൾക്ക് സ്വബോധം പോലുമില്ല, മയക്കുമരുന്നിന് അടിമയായിട്ട് ബോധം പോലുമില്ല. കൂടെ താമസിക്കുന്നതാണെന്നോ ഒരു വിചാരവും ഇല്ല. ഒരു എന്താ പറയുക, ഒരു ഉറുമ്പിനെ പോലെയൊക്കെയാണ് ആൾ കാണുന്നത്. ഇത്രയും ഉപദ്രവിച്ചിട്ടും ആൾക്ക് അതിൽ തൃപ്തിയാവുന്നില്ല. ഇത്രയും വേദന സഹിച്ച ആ പെൺകുട്ടി ആ മുമ്പിൽ നിന്ന് പെടഞ്ഞിട്ട് പോലും ആൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് വേദനയ്ക്ക് കൂടെയുള്ള ആ ഒരു ജീവി വേദനയ്ക്കാണെന്നുള്ള ബോധം പോലും ആൾക്കില്ല. പിന്നെ എങ്ങനെയാണ്? ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ കോടഞ്ചേരി വെച്ചുകൊണ്ട് കസ്റ്റഡിയെടുത്തു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. യുവാവിന്റെ അറസ്റ്റ് അല്പസമയം മുമ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷാഹിദ് റഹ്മാൻ മയക്കുമരുന്നിന് അടിമയാണ് എന്ന് തന്നെയാണ് പോലീസും സമർത്ഥിക്കുന്നത്. MDMA ഉൾപ്പെടെ എന്ത് മയക്കുമരുന്ന്? ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യമുള്ളത്? ഇപ്പം ഈ ആളെ അറസ്റ്റ് ചെയ്യും, പക്ഷെ നാളെ ഇത് തന്നെയല്ല ആവർത്തിക്കുന്നത്. ആദ്യം ഉന്മൂലനം ചെയ്യേണ്ടത്, അല്ലെ നശിപ്പിക്കേണ്ടത്, അത് ഇല്ലാതാക്കേണ്ടത് മയക്കുമരുന്നും MDMA ഒക്കെ തന്നെയല്ലേ. പക്ഷേ അതിനാരും മുതിരുന്നില്ല, അതിനാർക്കും ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നേരം അത് ഹൈലൈറ്റ് ചെയ്യപ്പെടാനും അത് പിടിക്കപ്പെടാനും പിടിക്കാനൊക്കെ ഇവർക്കൊക്കെ നല്ല ഉന്മേഷമായിരിക്കും. പക്ഷേ ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നതിന് പ്രധാന കാരണം നമ്മളെ നിയമവ്യവസ്ഥ തന്നെയാണ്, നിയമപാലകരും തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള അക്രമം അഴിച്ചുവിടുന്നത് എന്ന കാര്യം കൂടി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. യുവാവിനെ ഇപ്പോൾ കോടഞ്ചേരി സ്റ്റേഷനിലാണ് ഉള്ളത്. വൈകിയാൽ തന്നെ കോടതിയിൽ ഹാജരാക്കും. പോലീസ് ഒരിക്കലും ഇവരെ മാത്രം കുറ്റം പറയരുത്. ഇതിന് സാഹചര്യം ഒരുക്കുന്നത് ആരാണ്? അവരാണ് കുറ്റക്കാർ. ഈ സാഹചര്യം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെ നാട്ടിലെ ഓരോ വ്യക്തികളും അതിന് ഉത്തരം പറയണം. ഒരാൾ മാത്രമൊന്നുമല്ല. ഇപ്പോൾ ഈ യുവതി അതീവ ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. 70% ഇവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്ന കാര്യമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. മാത്രമല്ല അവരുടെ ശരീരത്തിന്റെ പുറം ഭാഗത്തൊക്കെ വടികൊണ്ട് അടിയേറ്റതിന്റെ പാടുകളുമുണ്ട്. അതിക്രൂരമായിട്ടുള്ള പീഡനത്തിലാണ് യുവതി ഇരയായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആൺ സുഹൃത്ത് ഷാഹിദ് റഹ്മാനെ കോടഞ്ചേരി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന, ലഹരി ഉപയോഗം എങ്ങനെ ഒരു മനുഷ്യന്റെ ബോധത്തെ ബാധിക്കും എന്ന കാര്യം കൂടി വാർത്ത വ്യക്തമാക്കുന്നുണ്ട്. സമീർ സിംഗ് ഇതൊക്കെ എത്രയോ പ്രാവശ്യം വ്യക്തമാക്കിയതാണ്. മയക്കുമരുന്ന് സമൂഹത്തിൽ എങ്ങനെയൊക്കെ ദ്രോഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അക്രമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പൊക്കെ മനസ്സിലാക്കിയതും കണ്ടതും കേട്ടതൊക്കെ തന്നെയാണ്. പക്ഷെ ആ ഒരു ലഹരി എന്നൊരു സംഭവത്തെ ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനോ അതിന് വേണ്ട നടപടി എടുക്കാനോ ആർക്കും പറ്റുന്നില്ല. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നേരം ആരെങ്കിലും മരിക്കുകയോ അതല്ലെങ്കിൽ ഇങ്ങനെ ആക്രമണമൊക്കെ ഉണ്ടാകുന്നേരം നമ്മൾ ചർച്ച ചെയ്യപ്പെടും. അതിന് ഈ എല്ലാവരും തന്നെ, വാർത്താ മേഖലയും അതേപോലെ തന്നെ നിയമപാലകരൊക്കെ മുന്നിട്ടിറങ്ങുകയും ചെയ്യും. പക്ഷെ ഇവർ തന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഒരു 5 മാസം 6 മാസമൊക്കെ കഴിയുന്നേരം ഈ MDMA ഒക്കെ ആയിട്ട് പിടിച്ച ആൾക്കാരെ പുറത്തിറക്കും, ജാമ്യത്തിന് വേണ്ടി പുറത്തിറക്കും. വീണ്ടും ഇത് തന്നെ തുടരും. അതിലെന്ത് കാര്യമുള്ളത്?
അതിൽ നമുക്കെന്ത് കാര്യമാണുള്ളത്? നമുക്കെന്തെങ്കിലും അതിലൊരു കാര്യം വേണ്ടേ? നമുക്കൊരു രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മളെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലെ നാളത്തെ തലമുറക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? അത് ചെയ്യാൻ ആരാണുള്ളത്? നമ്മളെ ഭാവി എങ്ങനെയാണ്? ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. വലിയൊരു ചോദ്യചിഹ്നം മാത്രമേ ഇപ്പോൾ ഉള്ളൂ.